IG ട്രേഡ് എക്സലൻസ് അടുത്തറിയാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ നിബന്ധനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രായത്തിൻ്റേതായാലും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയാലും അങ്ങനെ എന്തൊക്കെ നിബന്ധനകളാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്? അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ സത്യത്തിൽ? അല്ല, ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ പറ്റും. അതിന് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഒരു മാനദണ്ഡം അല്ല. അപ്പോൾ അവിടെ 65-70 വയസ്സുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇത് പഠിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഈ ട്രേഡിംഗ് പോലത്തുള്ള സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണല്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ? ഓഫ്ലൈൻ ക്ലാസ്സസ് ഇവിടെ നമ്മളെ ഹൈലൈറ്റ് മാളിലെ ബിസിനസ് പാർക്കിലാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. പിന്നെ ഓൺലൈൻ ക്ലാസ് പിന്നെ GCCയിലും യൂറോപ്സിലും ഒക്കെ ഉള്ളവർ അവരുടെ ടൈമിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് പൊതുവെ ആളുകൾക്കുള്ളൊരു പേടി എന്ന് പറയുന്നത് എത്രത്തോളം ഇതിലൊരു സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് ഫാക്ടർ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഏതൊരു ജോലിയും സെലക്ട് ചെയ്യുന്നത് പോലെ ഇതിൽ നിൽക്കാൻ പറ്റും, സേഫായിട്ട് നിൽക്കാൻ പറ്റും. ആ ഒരു ഭയത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, ഇതിന് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് നോളേജാണ്. ലാക്ക് ഓഫ് നോളേജ് പ്ലസ് ട്രേഡിംഗ് സൈക്കോളജി, പിന്നെ എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ ഒരു 1 year എക്സ്പീരിയൻസ് ആയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുന്നത്തെ വർഷം ഈ ഡേറ്റിൽ എന്താ ട്രേഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടാവും കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താണ് മാർക്കറ്റ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു 1 year ട്രേഡ് ചെയ്ത് ലോസ് വന്നാൽ തന്നെ എക്സ്പീരിയൻസ് വരും. ട്രേഡ് ചെയ്ത് ലോസ് ആവണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ്. അത് എന്തൊരു ബിസിനസ്സിലാണെങ്കിലും എത്രയാണ് നിങ്ങൾക്ക് ലോസ് വരുന്നോ അത്ര കണ്ടാണ് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ആയിട്ടേ ഉള്ളൂ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നിട്ടും അതുപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് തന്നെ വന്നിട്ടും കുറച്ച് പീരീഡ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. എന്തൊക്കെയാണ് അതിലെ നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അതിൽ? റീസെൻ്റ്ലി ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ അവാർഡാണ് കിട്ടിയത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ഒരു അവാർഡ് കിട്ടുന്നത്. അത് ഞങ്ങൾക്കായതിൽ നല്ല അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നുണ്ട്. അല്ല, അത് നമ്മളെ ഈ വേ ഓഫ് ടീച്ചിങ്ങും വേ ഓഫ് ട്രേഡിങ്ങും ഇത് രണ്ടും തന്നെയാണ് നമ്മളെ വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ ഇവിടെ പഠിച്ചിറങ്ങിയവർക്ക് ആർക്കും ഇതുവരെ ഒരു നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈ 1.5 വർഷത്തിൻ്റെ ഇടയിൽ 1000-ത്തിലധികം സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി. അപ്പോൾ ഇതുവരെ പഠിച്ചിറങ്ങിയ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ ഇത്രയും നേരം ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളും അതുപോലെ അതിലുള്ള നമ്മുടെ പേടിയും ഒക്കെ മാറ്റാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംസാരിച്ചതിനും ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനും ഒരുപാട് നന്ദി. താങ്ക് യു. IG ട്രേഡ് എക്സലൻസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ കാണും വരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.